ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബാർസ. ഇത്തവണ ലാലിഗയിൽ ബാർസലോണ ഏറ്റുമുട്ടിയത് എൽച്ചെക്കെതിരെയായിരുന്നു. ഇതൊരു അവേ മത്സരമായിരുന്നു. ഇത്തവണ കുമാൻ ഇറക്കിയ സ്റ്റാർട്ടിംഗ് ലെവനിൽ മെസ്സിയോ ഡെസ്റ്റോ ഉണ്ടായിരുന്നില്ല. കാരണം മെസ്സിക്ക് സ്പാനിഷ് സൂപ്പർ കപ്പിൽ റെഡ് കാർഡ് ലഭിച്ചതിനെ തുടർന്ന് മെസ്സിക്ക് 2 മാച്ചിന്റെ ബാൻ ലഭിച്ചായിരുന്നു. പിന്നുള്ളത് ഡെസ്റ്റാണ്. ഈ ഒരു താരത്തിന് ചെറിയൊരു മസിൽ ഇഞ്ചറി ഉണ്ട്. അതുകൊണ്ട് കുമാൻ റിസ്ക് എടുക്കാൻ നിന്നില്ല. ആ ഒരു സ്ഥാനത്തേക്ക് മിംഗേസിനെയാണ് ഇറക്കിയത്. ഇതിൽ സന്തോഷപ്പെടുത്തിയൊരു കാര്യം, ഈ ഒരു മത്സരത്തിൽ ലാംഗ്ലി ഉണ്ടായിരുന്നില്ല. പകരം ആ ഒരു സ്ഥാനത്തേക്ക് വന്നത് ഉംടിറ്റി ആയിരുന്നു. ഈ 2 മാറ്റം ഒഴിച്ച് ബാക്കിയെല്ലാം സ്ഥിരമായിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് ലെവൻ തന്നെയായിരുന്നു. മാച്ചിലേക്ക് കടക്കുമ്പോൾ 39ാമത്തെ മിനിറ്റിൽ ബാർസലോണ ആദ്യ ഗോൾ നേടി. ഡിയോങ്ങിന്റെ ഗോളായിരുന്നു. അത് കഴിഞ്ഞ് 89ാമത്തെ മിനിറ്റിൽ ഡിയോങ്ങിന്റെ അസിസ്റ്റിൽ റിക്കി പൂച്ച് ഒരു ഹെഡർ ഗോൾ നേടി. അങ്ങനെ ഈ ഒരു മത്സരം അവസാനിച്ചപ്പോൾ എൽചെ 0 ബാർസലോണ 2. ഈ ഒരു മത്സരത്തിൽ എടുത്തു വരേണ്ട ഒരാള് ഡെംബലെ ആയിരുന്നു. കാരണം ബാർസയുടെ ഒട്ടുമിക്ക അറ്റാക്കും ഈ ഒരു താരത്തിൽ നിന്നാണ് വന്നത്. ക്രോസിംഗിന്റെ കാര്യത്തിലായാലും ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിലായാലും ഡെംബലെ മികച്ചൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. പിന്നെ ഈ ഒരു മത്സരത്തിൽ ഗ്രീസ്മാൻ കുഴപ്പമില്ലാത്തൊരു പ്രകടനമാണ് കാഴ്ചവെച്ചത്. ടീം ബിൽഡപ്പിന്റെ കാര്യത്തിൽ ഈ ഒരു താരം നല്ലൊരു എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഇനി എടുത്തു പറയാനുള്ളത് ബ്രേത്ത്വെയ്റ്റിനെ കുറിച്ചാണ്. ഈ ഒരു താരത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു ഇൻവോൾവ്മെന്റോ കാര്യങ്ങളോ ഒന്നും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആകെ 38ാമത്തെ മിനിറ്റിൽ ഡിയോങ്ങിന്റെ ആ ഒരു ഗോളിന്റെ ബിൽഡപ്പിന് വേണ്ടിയിട്ട് ബ്രേത്ത്വെയ്റ്റ് ഉണ്ടായിരുന്നെങ്കിലും അതിനുശേഷം ബ്രേത്ത്വെയ്റ്റിന്റെ പ്രസൻസ് ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ബ്രേത്ത്വെയ്റ്റ് ലെഫ്റ്റ് വിംഗ് പൊസിഷനിലാണ് കളിച്ചത്. നോർമൽ സ്ട്രൈക്കർ റോളായിരുന്നില്ല. അതുകൊണ്ടായിരിക്കാം ഈ ഒരു മത്സരത്തിൽ ബ്രേത്ത്വെയ്റ്റ് ഒരു ബിലോ ആവറേജ് പെർഫോമൻസ് കാഴ്ചവെച്ചത്. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ മിഡ്ഫീൽഡാണ്. ഓരോ മത്സരങ്ങളും കഴിയുന്നതോറും നമ്മുടെ മിഡ്ഫീൽഡിന്റെ കണക്ഷൻ നല്ല വൃത്തിക്ക് വർക്കൗട്ട് ആവുന്നുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ടത് ബുസ്കറ്റ്സിനെ പറ്റിയാണ്. കാരണം ഓരോ മത്സരം കഴിയുന്നതോറും നമ്മുടെ ആ ഒരു പഴയ ബുസ്കറ്റ്സിനെ കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡിയോങ്ങും മെച്ചപ്പെട്ട് വരുന്നുണ്ട്. ഗോളിൻ്റെ കാര്യത്തിലായാലും അസിസ്റ്റിൻ്റെ കാര്യത്തിലായാലും ഡിയോങ് നല്ലൊരു എഫേർട്ട് ഇടുന്നുണ്ട്. ഈ ഒരു സീസണിൻ്റെ തുടക്കത്തിലുണ്ടായ ഒരു ഡിയോങ് അല്ല ഇപ്പോൾ ഉള്ളത്. ഏറെക്കുറെ അയാക്സ് ലെവലിലുള്ള ഡിയോങ്ങിൻ്റെ പെർഫോമൻസ് ആണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ പെഡ്രിയുടെ ഭാഗത്തുനിന്നും നല്ലൊരു പെർഫോമൻസ് ആണ് കാണാൻ സാധിച്ചത്. പിന്നെയുള്ളത് നമ്മുടെ ഡിഫൻസ് ആണ്. എടുത്തു പറയേണ്ട 2 താരങ്ങൾ, ഒന്ന് ഉംടിറ്റി, മറ്റൊന്ന് അറൗഹോ ആണ്. മികച്ചൊരു പെർഫോമൻസ് ആണ് ഈ 2 താരങ്ങളിൽ നിന്നും കാണാൻ സാധിച്ചത്. ആ ഒരു 2016-17 സീസണിലെ ഉംടിറ്റിയുടെ ആ ഒരു പെർഫോമൻസ് ഈ ഒരു മത്സരത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇന്റർസെപ്ഷൻ്റെ കാര്യത്തിലായാലും ബോൾ റിക്കവറിൻ്റെ കാര്യത്തിലായാലും ക്ലിയറൻസിൻ്റെ കാര്യത്തിലായാലും ഉംടിറ്റി മികച്ചൊരു പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. അതേപോലെ തന്നെ ആയിരുന്നു അറൗഹോം. ഓരോ മത്സരം കഴിയുന്നതോറും ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെക്കുന്നത്. പിന്നുള്ളത് ആൽബ, അതേപോലെ തന്നെ മിംഗേസി ആയിരുന്നു. അതിൽ ആൽബ ഒരു കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. പക്ഷേ ഒരു അറ്റാക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പെർഫോമൻസ് ഒന്നും കാണാൻ സാധിച്ചില്ല. മിംഗേസിന്റെ കാര്യത്തിലാണെങ്കിൽ ഈ ഒരു താരം ആദ്യമായിട്ട് ബാഴ്സയ്ക്ക് വേണ്ടി കളിച്ചപ്പോൾ ആ ഒരു പെർഫോമൻസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ചെറിയ ചെറിയ മിസ്റ്റേക്സും കാര്യങ്ങളെല്ലാം ഈ ഒരു താരത്തിന് ഭാഗത്തുണ്ട്. കാരണം ഈ ഒരു താരത്തിന് മിസ്റ്റേക്ക് കൊണ്ട് നമ്മൾ ഒരു ഗോൾ വഴങ്ങേണ്ട ഒരു വക്കിലേക്ക് പോയതാണ്. ടെർ സ്റ്റെഗൻ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് നമ്മൾ ആ ഒരു ഗോൾ വഴങ്ങാണ്ട് നിന്നത്. അപ്പോൾ മിംഗേസ് ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. പിന്നെയുള്ളത് ടെർ സ്റ്റെഗൻ ആണ്. ഈ ഒരു മത്സരത്തിൽ ടെർ സ്റ്റെഗന് അത്ര എഫേർട്ടൊന്നും ഇടേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല, ഉംടിറ്റിയും അറൗഹോവും ഉള്ളത് കൊണ്ട്. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ വഴി വന്നത് ട്രിങ്കാവും റിക്കി പൂച്ചും ആയിരുന്നു. ട്രിങ്കാവ് ഈ ഒരു മത്സരത്തിൽ നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. അതുമാത്രമല്ല, ഈ ഒരു മത്സരത്തിൽ ട്രിങ്കാവിന് 2 ഗോൾ നേടാൻ പറ്റിയ ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ആ 2 ചാൻസും എൽചെയുടെ ഗോൾ കീപ്പർ സേവ് ചെയ്തായിരുന്നു. ആ ഒരു 2 ചാൻസ് ഒഴിച്ചു നോക്കിയാൽ ട്രിങ്കാവോ മികച്ചൊരു പെർഫോമൻസ് ആണ് ഈ ഒരു മത്സരത്തിൽ കാഴ്ചവെച്ചത്. പിന്നെ എടുത്തു പറയേണ്ടത് റിക്കി പൂച്ചിനെ കുറിച്ചാണ്. ഈ ഒരു മത്സരത്തിന്റെ 87ാമത്തെ മിനിറ്റിലാണ് ഈ ഒരു താരം വരുന്നത്. വെറും 2 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ഒരു താരം ഗോൾ നേടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സീസണിൽ ബാർസയിൽ തന്നെ ഏറ്റവും പെട്ടെന്ന് ഗോൾ നേടിയ താരം റിക്കി പൂച്ചാണ്. അതുമാത്രമല്ല, റിക്കി പൂച്ചിന്റെ ബാർസ കരിയറിലെ ആദ്യത്തെ ഗോളാണിത്. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ ബാർസലോണ മികച്ചൊരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. പക്ഷെ അറ്റാക്കിന്റെ കാര്യത്തിൽ ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി നടക്കാൻ പോകുന്നത് കോപ്പ ഡെൽ റേ മത്സരമാണ്. റയോ വെല്ലക്കാനോവിനെതിരെയാണ്. ജനുവരി 28 പുലർച്ചെ 1:30ക്കാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. ഇതും ഒരു അവേ മത്സരമാണ്. അപ്പോൾ ആ ഒരു മത്സരത്തിൽ ബാർസലോണ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ, വിസ്ക എൽ ബാർസ.